നമസ്കാരം. ഇന്ന് നമ്മൾ തകഴി ശിവശങ്കര പിള്ളൈ എഴുതിയിരിക്കുന്ന രണ്ടിടങ്ങഴി എന്ന മലയാള നോവലിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത് 1948 നോവലിൽ പ്രധാനമായി പരാമർശിക്കുന്നത് കേരളത്തിലെ കൃഷി പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ, കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതാണ് ഈ നോവലിൽ പ്രധാനമായിട്ട് പറയുന്നത്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവൽ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ്. പക്ഷെ ആ ഗ്രാമത്തിൽ കൃഷിപ്പണിക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. അവരുടെ ജീവിതം. ഈ നോവലിൻ്റെ ടൈറ്റിൽ എന്താണ്? രണ്ടിടങ്ങഴി എന്നാണ്. ശരിക്കും ആ ഒരു വാക്കിനൊരർത്ഥമുണ്ട്. രണ്ടിടങ്ങഴി എന്ന് പറയുന്നത്, എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, രണ്ടിടങ്ങഴി എന്ന് പറയുന്നത് കൃഷിപ്പണിക്കാർക്ക് ജോലി ചെയ്ത് കഴിഞ്ഞിട്ടൊരു കൂലി കൊടുക്കുമല്ലോ. ആ കൂലി കൊടുക്കുന്നത് ഗ്രെയിനാണ് അതായിട്ട് കൂലിയായിട്ട് കൊടുക്കുന്നത്. അത് പണ്ട് മെഷർ ചെയ്തിട്ടാണ് അവർക്ക് കൊടുത്തിരുന്നത്, അളന്നിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ട്രഡീഷണൽ മെഷർമെൻറ്റിനെയാണ് രണ്ടിടങ്ങഴി എന്ന് പറയാം. അപ്പോൾ രണ്ടിടങ്ങഴി ഗ്രെയിനാണ് അവർക്ക് പേയ്മെൻറ്റായിട്ട്, കൃഷിപ്പണിക്കാർക്ക് പേയ്മെൻറ്റായിട്ട് കൊടുത്തിരുന്നത്. അതാണ് രണ്ടിടങ്ങഴി എന്ന വാക്കിൻ്റെ അർത്ഥം. രണ്ടിടങ്ങഴി ഗ്രെയിൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നോവലിൽ പരാമർശിക്കുന്നത് കൃഷിപ്പണിക്കാരുടെ കഠിനമായ ജീവിതം. അവർക്ക് തന്ന ഭൂമിയിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പണിയെടുത്തു. പക്ഷേ ആ ഭൂമി ഒന്നും അവരുടെ സ്വന്തമല്ല, പക്ഷെ അവരതിൽ പണിയെടുത്തു. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതമാണ് ഈ നോവലിൽ കാണിക്കുന്നത്. ഒരു ആമുഖം എന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് പ്രധാന കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ, എല്ലാവരും പറയുന്നില്ല, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ മാത്രം നോക്കുകയാണെങ്കിൽ, ഒന്ന് ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു യുവാവാണ്. ഒരു യങ് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം സ്വപ്നം കാണുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കെല്ലാം ഒരു നല്ല ജീവിതമാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. അടുത്ത കഥാപാത്രമാണ് കുഞ്ഞമ്മ എന്ന് പറയുന്നത് ചന്ദ്രൻ ചന്ദ്രൻ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞമ്മയ്ക്ക് കുഞ്ഞമ്മയുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ. അടുത്ത കഥാപാത്രം വർക്കിച്ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, വർക്കിച്ചേട്ടൻ ഇത്തിരി പ്രായമായ ഒരു വർക്കറാണ്, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ലേബറേഴ്സ്, പണിക്കാരെല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ അദ്ദേഹത്തിലൂടെ അതാണ് കാണിക്കുന്നത്. അടുത്ത കഥാപാത്രം കൊച്ചൗസേപ്പ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം ലാൻഡ് ലോർഡാണ്, ഭൂവുടമ. അദ്ദേഹം ജോലിക്കാരെ ചൂഷണം ചെയ്യും, ജോലിക്കാരെ നിയന്ത്രിക്കും. അതാണ് കൊച്ചൗസേപ്പ്. ഇനി നോവലിലേക്ക് വരാണെങ്കിൽ, കഥ ശരിക്കും ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. ചന്ദ്രൻ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ചന്ദ്രൻ്റെ ഗ്രാമത്തിൽ ഫാം വർക്കേഴ്സ്, കൃഷിപ്പണി ചെയ്യുന്ന ആളുകൾ അനുഭവിക്കുന്ന മിസ്ട്രീറ്റ്മെൻറ്റുകൾ, ദ്രോഹങ്ങൾ, പിന്നെ ഒരിക്കലും അവസാനിക്കാത്ത ദാരിദ്ര്യം. ഓക്കെ. അതായത് ചന്ദ്രൻ്റെ ഗ്രാമത്തിൽ മോസ്റ്റ്ലി കൃഷിപ്പണിക്കാരാണ്. അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിലൊരു അവസാനം ഇല്ല, അങ്ങനത്തെ ഒരു ദാരിദ്ര്യമാണ് അവരനുഭവിക്കുന്നത്. പിന്നെ ഒരുപാട് ദ്രോഹം അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ചന്ദ്രൻ എന്ന കഥാപാത്രം അപ്സെറ്റാണ്. അപ്പോൾ ചന്ദ്രന് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ചന്ദ്രൻ അത് വേണം, ഫൈറ്റ് ചെയ്യണം. എന്തിന്? അവരുടെ ഗ്രാമത്തിലെ സിസ്റ്റം തന്നെ അൺഫെയർ ആയിട്ട് ചന്ദ്രന് തോന്നണം. അപ്പോൾ ആ അൺഫെയർ ആയിട്ടുള്ള സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനാണ് ചന്ദ്രൻ ആഗ്രഹിക്കുന്നത്. അവരുടെ നാട്ടിലുള്ള അൺഫെയർ ആയിട്ടുള്ള സിസ്റ്റം കാരണമാണ് അവരുടെ നാട്ടിലുള്ള ആളുകൾ ദരിദ്രരും യാതൊരുവിധ അധികാരവും ഇല്ലാത്ത ആളുകളായിട്ട് മാറുന്നത്, പവർലെസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറുന്നത്. അപ്പോൾ ചന്ദ്രൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ, വിദ്യാഭ്യാസം കിട്ടുകയാണെങ്കിൽ, അവയർനെസ് കിട്ടുകയാണെങ്കിൽ, അവബോധം എന്തിനെ പറ്റിയെങ്കിലും ഒരു ബോധവൽക്കരണം കിട്ടുകയാണെങ്കിൽ മാറ്റം എന്തായാലും വരും എന്ന് ചന്ദ്രൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചന്ദ്രൻ മറ്റുള്ളവരോട് ഈക്വാലിറ്റിനെ പറ്റിയിട്ടും
ജസ്റ്റിസിനെ പറ്റിയിട്ടും മറ്റുള്ള വർക്കേഴ്സിനോട് ചന്ദ്രൻ്റെ ഐഡിയാസ്, ഈക്വാലിറ്റിനെ പറ്റിയിട്ടുള്ള സമത്വം, തുല്യത, അതിനെ പറ്റിയിട്ടുള്ള ചന്ദ്രൻ്റെ ഐഡിയാസ്, ജസ്റ്റിസ്, നീതി, അതിനെ പറ്റിയിട്ടുള്ള ചന്ദ്രൻ്റെ ഐഡിയാസ് മറ്റുള്ള വർക്കേഴ്സിനോട് പറയുന്നു. പക്ഷേ ഈ മാറ്റം എന്ന് പറയുന്നത് എളുപ്പമല്ല. ചന്ദ്രൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈക്വാലിറ്റിയാണ്. വലിയ ആൾക്കാർ, ചെറിയ ആൾക്കാർ അങ്ങനെ എന്നൊന്ന് ഇല്ലാതെ എല്ലാവരും സമതുല്യരാണ് എന്നാണ് അതാണ് ചന്ദ്രന് വേണ്ടത്. പക്ഷെ ആ ഒരു മാറ്റം എളുപ്പമല്ല. ചന്ദ്രൻ്റെ ഈ ഒരു ഐഡിയ ചന്ദ്രൻ കൊണ്ടുവന്നപ്പോൾ അതിന് എതിർപ്പ് ചന്ദ്രന് നേരിടേണ്ടി വന്നു. അത് എന്ന് പറയുന്നത് ഭൂവുടമ, ലാൻഡ് ലോഡ് അത് എതിർത്തു. അതുമാത്രമല്ല അവൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആളുകൾ അതിനെ എതിർത്തു. ചന്ദ്രൻ്റെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി പറയാം. അവരെന്തുകൊണ്ട് എതിർത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവർ ഇപ്പോൾ ഈ ലാൻഡ് ലോഡ്സിനോട് തിരിച്ച് അവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാലോചിച്ച് പേടിച്ചിട്ട് അവർ ചന്ദ്രനെ എതിർത്തു. അതായത് ഈ പണിക്കാർ ലാൻഡ് ലോഡിൻ്റെ ഭൂമിയിൽ വർക്ക് ചെയ്തിട്ട് എന്താണോ ലാൻഡ് ലോഡ് തരുന്നത് അത് വെച്ചിട്ടാണ് ഡെയിലി അവർ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ആ കിട്ടുന്ന സംഭവം ഇനി നിന്ന് പോയാൽ അങ്ങനെയും സംഭവിക്കാമല്ലോ. ലാൻഡ് ലോഡ് അത് തരൽ നിന്ന് പോയാൽ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് അവർക്ക് പേടിയായിട്ട് അവർ പ്രതികരിക്കാതെ ഫൈറ്റ് ചെയ്യണ്ട എന്ന് ചന്ദ്രനോട് പറയുകയുണ്ടായി. ഈ ലാൻഡ് ലോഡ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ കൊച്ചൗസേപ്പിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊച്ചൗസേപ്പ് എല്ലാം ചെയ്യുന്നു. ഈ ജോലിക്കാരെല്ലാവരെയും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതൊക്കെ ചെയ്യുന്നു. അദ്ദേഹം ത്രെറ്റ് ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു, എന്നിട്ട് ഫോൾസ് ആയിട്ടുള്ള പ്രോമിസസ് ഒക്കെ അവർക്ക് കൊടുക്കുന്നു, തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം വെല്ലുവിളികൾ ഉണ്ടായിട്ടും ചന്ദ്രൻ വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യുന്നു അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട്. അതാണ് രണ്ടിടങ്ങഴി എന്ന് പറഞ്ഞ തകഴി ശിവശങ്കര പിള്ളയുടെ നോവൽ മൊത്തമായിട്ട് ഓവറോൾ ഒരു സമ്മറി പറയുകയാണെങ്കിൽ അതാണ് അതിൻ്റെ സമ്മറി. ഇനി ഈ നോവലിലെ പ്രധാനപ്പെട്ട കുറച്ച് കീ ആയിട്ടുള്ള ഇൻസിഡൻസ് പറയുകയാണെങ്കിൽ ഈ പണിക്കാരെല്ലാവരും തീരുമാനിക്കുന്നു അവർക്ക് ഫെയർ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രൈക്കിന് പോകാമെന്ന് ജോലിക്കാരെല്ലാവരും കൂടി തീരുമാനിക്കുന്നു. അവർ പണിയെടുക്കുന്നതിന് ഉള്ള കൂലി അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടൊരു സ്ട്രൈക്ക് അതിനവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ സ്ട്രൈക്ക് കാണിക്കുന്നത് അവരുടെ എല്ലാവരുടെയും യൂണിറ്റിയാണ്, അവരുടെ എല്ലാവരുടെയും സ്ട്രെങ്ത്താണ്. പക്ഷേ അവരിങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. ഈ ലാൻഡ് ലോഡുകൾ, ഭൂമി ഉടമകൾ അവർ തിരിച്ച് വർക്കേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? വർക്കേഴ്സിന് ചെയ്യുന്ന പണിക്ക് ഫുഡ് കൊടുക്കില്ല, അവരുടെ കൂലി വേജസ് കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കാണ്ടിരിക്കുമ്പോൾ ആ ഒരു അവസ്ഥ കുറച്ചും കൂടി മോശമായി പോവാണ്. അവർ ശരിക്കും ഒരു ന്യായമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്ട്രൈക്ക് നടത്തുന്നത്. പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഒന്നും കൂടി മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു സ്ട്രൈക്ക് നടത്തിയതുകൊണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ചന്ദ്രൻ്റെ ആ ഒരു ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ ഒരു ടെസ്റ്റ് ചെയ്യുക പോലെയായി. അപ്പോൾ അദ്ദേഹം ഇവിടെ പെട്ടുപോയി. അതായത് നീതിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് ചെയ്യണമോ അതോ അദ്ദേഹത്തിൻ്റെ തന്നെ ആളുകളുടെ, ജോലിക്കാരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യിക്കണമോ, അതിൽ അദ്ദേഹം ഇവിടെ പെട്ട് കിടക്കുകയാണ്. ആ ഇമ്മീഡിയറ്റ് നീഡ് ഓഫ് ഹിസ് പീപ്പിൾ എന്ന് പറയുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രണയം കുഞ്ഞമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിനോട് ചന്ദ്രനൊരു പ്രണയം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ കുഞ്ഞമ്മയും ഇവിടെ സഫർ ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട് ഈ ഇങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നോവൽ കാണിക്കുന്നത് ഇന്നർ സ്ട്രഗിളാണ്, ഉള്ളിൽ അവരുടെ മനസ്സിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ. എന്തുകൊണ്ട്? ആസ് ഹി ട്രൈസ് ടു ബാലൻസ് ഹിസ് ഹോപ്പ് ഫോർ ചേഞ്ച് വിത്ത് ദ ഡിഫിക്കൽട്ട് റിയാലിറ്റി ദേ ഫേസ്. അദ്ദേഹത്തിന് ഒരു മാറ്റം ആണ് വേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ കാര്യങ്ങളെല്ലാം കൂടുതൽ വേഴ്സായി മാറുകയാണ് പക്ഷെ ഉണ്ടായത്. നോവൽ ഒരു ഹൈ പോയിന്റിൽ എത്തുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ വർക്കേഴ്സിൻ്റെ
അഗ്രികൾച്ചറൽ ലേബറേഴ്സിൻ്റെ ഈ ഒരു സ്ട്രൈക്ക്, അവർ നടത്തിയ ഒരു സ്ട്രൈക്ക് കൂടുതൽ വയലൻ്റായിട്ട് മാറി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഫൈറ്റായിട്ട് മാറി, ബിഗ് ഫൈറ്റ്. അത് ഫൈറ്റ് ആരും തമ്മിൽ, ലാൻഡ് ലോഡ്സും ജോലിക്കാരും തമ്മിലൊരു വലിയ വയലൻ്റ് ഫൈറ്റായിട്ട് മാറി. ഓക്കെ, പിന്നെ അവർക്ക് ധൈര്യമുണ്ട്, ജോലിക്കാർക്ക് ധൈര്യമുണ്ട്, അതുകൊണ്ടാണ് അവർ ഈ സ്ട്രൈക്കിന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നിട്ടും വർക്കേഴ്സ് ഇങ്ങനെ ഡിഫീറ്റഡായി പോവാണ്. അവർ ഈ ലാൻഡ് ലോഡ്സിന് മുമ്പിൽ തോറ്റു പോവാണ്. അത് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് നടത്തിയത് കൊണ്ട് തന്നെ കൂടുതൽ വർക്ക് അവർക്ക് ചെയ്യേണ്ടി വരികയും ഒരുപാട് വേഴ്സ് കണ്ടീഷനിൽ അവർ വർക്ക് ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. അപ്പോൾ ചന്ദ്രൻ ഇവിടെ ബാഡ്ലി ബീറ്റൺ പോലെയായി, ചന്ദ്രനൊരു അടി കിട്ടിയ പോലെയായി. ചന്ദ്രനെ ഉദ്ദേശിച്ചതൊരു മാറ്റമാണ്, പക്ഷെ കൂടുതൽ മോശത്തിലാണ് ചന്ദ്രൻ്റെ ആളുകൾ അനുഭവിക്കേണ്ടി വന്നത് ലാൻഡ് ലോഡ്സിൻ്റെ കീഴിൽ. വർക്കേഴ്സിന് അവരുടെ ഫീൽഡിൽ പോയി വീണ്ടും മോശപ്പെട്ട മീൻസ് ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ജോലിഭാരം ഒന്നുകൂടി കൂട്ടി ലാൻഡ് ലോഡ്സ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റിൽ ചന്ദ്രനും ചന്ദ്രൻ്റെ ആൾക്കാരും ഇവിടെ തോറ്റു പോവാണ് ചെയ്തത്. അങ്ങനെ തോറ്റിട്ടും ചന്ദ്രൻ്റെ ആ ഒരു സ്പിരിറ്റ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ചന്ദ്രന് അറിയായിരുന്നു ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഫൈറ്റ് ആര് ചെയ്താലും അത് ടഫായിരിക്കും, അത് ഒരുപാട് കാലം ചെയ്യേണ്ടി വരും, എന്നിരുന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോവൽ അവസാനിക്കുന്നത് ഒരു പ്രതീക്ഷയുള്ള ഒരു നോട്ട് വെച്ചിട്ടാണ്. അത് സജസ്റ്റ് ചെയ്യുന്നത് മാറ്റം വരും. എപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി യുണൈറ്റഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എപ്പോഴും മാറ്റം വരും. ആ ഒരു എൻഡ് നോട്ടിലാണ് ഈ നോവൽ അവസാനിക്കുന്നത്. ചേഞ്ച് ഈസ് പോസിബിൾ ഇഫ് ദ കമ്മ്യൂണിറ്റി സ്റ്റേസ് യുണൈറ്റഡ് ആൻഡ് സ്ട്രോങ്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിൻ്റെ പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് 3 പോയിൻ്റായിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഇതിൽ വരുന്നത് രണ്ടിടങ്ങഴി കാണിക്കുന്നത് അൺഫെയർനെസ് ആണ്. പഴയ ആ ഒരു സിസ്റ്റത്തിൻ്റെ അൺഫെയർനെസ്സും എങ്ങനെ അത് വർക്കേഴ്സിനെ ചൂഷണം ചെയ്യുന്നു അതും ആണ് കാണിക്കുന്നത്. ആ ഒരു അൺഫെയർനെസ് അതാണ് കാണിക്കുന്നത്. ഓദർ ഇവിടെ ക്യാരക്ടേഴ്സിന് ഉപയോഗിക്കുന്നു എന്തിന്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുകയും ഒരുപാട് ആളുകൾ സഫർ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു, എങ്ങനെ അത് സംഭവിക്കുന്നു, അതാണ് ഒരു തീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ തീം ഹോപ്പ് ആൻഡ് റെസിലിയൻസ്. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ സഫർ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ നോവൽ ഒരു പ്രതീക്ഷയുടെ ഒരു നോട്ടോട് കൂടിയിട്ടാണ് ഈ നോവൽ അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ നോവലിൽ ഒരു പ്രതീക്ഷയുണ്ട് ത്രൂ ഔട്ട്. ഇത് വായിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടുന്നുണ്ട് വായനക്കാരന്. ഇവിടെ ചന്ദ്രൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാറ്റത്തിൻ്റെ ഒരു പോസിബിലിറ്റിയും, നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്തോരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നാലും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ആ ഒരു ആവശ്യകത അതും ഇവിടെ പറയുന്നുണ്ട്. അതെല്ലാം ചന്ദ്രൻ എന്ന ക്യാരക്ടറിലൂടെ തകഴി ശിവശങ്കര പിള്ള കാണിക്കുന്നു. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് കളക്റ്റീവ് ആക്ഷൻ. ഓക്കെ, ഈ നോവൽ കാണിക്കുന്നത് ഇപ്പം നമ്മളൊരു എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു മാറ്റം എന്തായാലും വരും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഈവൻ വെൻ തിങ്സ് ആർ റിയലി ടഫ്, കാര്യങ്ങൾ മോശം ആണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അതിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും നമ്മൾ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്താൽ എന്തായാലും മാറ്റം വരും, ഒരു അവെയർനെസ് റൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ പോയിൻറ്റും ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന മലയാളം നോവലിനെ പറ്റിയിട്ട്. നോവൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് കൃഷി ജോലി ചെയ്യുന്ന ആളുകളുടെ സ്ട്രഗിൾസ്, പിന്നെ നമ്മൾ ഏത് ഫീൽഡിലെടുത്താലും അൺഫെയർനെസ് ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യവും ഈ നോവൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ കണ്ടൻറ്റ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ സമ്മറി ഞാനിപ്പോൾ ഈ ചെയ്ത വീഡിയോ പോലെ ചെയ്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.